വളരെ സന്തോഷകരമായ ഒരു വാർത്ത, ഒരു നിർണായകമായ വാർത്ത, ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുന്നൊരു വാർത്ത എത്തിയിരിക്കുന്നു. ഈ വാർത്തയുടെ ആദ്യ ഭാഗം ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്ന ഒരു വാർത്തയാണ്. ക്യാൻസർ രോഗികൾ, ലോകത്തെമ്പാടുമുള്ള കോടാനുകോടി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസകരമായ വാർത്ത എത്തുന്നു. ക്യാൻസർ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചതായി റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻപ് ഞങ്ങൾ നൽകിയ വാർത്ത അതിൻ്റെ ട്രയൽ നടക്കുന്നു, അത് അവസാന ഘട്ടത്തിലാണ്, അത് വിജയിച്ചു എന്നൊരു വാർത്തയായിരുന്നെങ്കിൽ ഇപ്പോഴിതാ 2025 ജനുവരി മാസത്തിൽ തന്നെ ഈ മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് റഷ്യയുടെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെൻറ്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കാപ്രിയൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഗമാലിയ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ എപ്പിഡെമിയോളജി ആൻഡ് മെട്രോബയോളജി ഡയറക്ടർ പറയുന്നത് ഇതിൻ്റെ ട്രയൽ റണ്ണുകളെല്ലാം തന്നെ വിജയമായിരുന്നു. ഇത് പ്രവർത്തിക്കുന്നത് ട്യൂമർ വികസനത്തെ ഇത് തടയും, ഒപ്പം തന്നെ മെറ്റാസ്റ്റിസുകളെ ഇത് തകർത്ത് കളയും എന്നാണ് ഈ വാക്സിൻ്റെ ഏറ്റവും വലിയ ഗുണമായി പറയുന്നത്. ക്യാൻസർ രോഗങ്ങളെ തിരിച്ചറിയുവാനും അവയെ ആക്രമിക്കുക മാത്രമല്ല അവയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനും കഴിയും. ഈ പരീക്ഷണങ്ങൾ, ഈ ക്യാൻസറിനെതിരെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അതിൽ ഏറെ മുന്നേക്കം പോകാൻ കഴിഞ്ഞത് റഷ്യക്കാണ്. ഏതാണ്ട് വിജയത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന 3 രാജ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടനുമാണ് ഈ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ്റെ ആ മരുന്നിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന രാജ്യങ്ങൾ. ഏതായാലും വലിയ സന്തോഷം പകരുന്ന വാർത്ത, വലിയ ആശ്വാസം പകരുന്ന വാർത്ത. ഒരുപക്ഷെ ഈ യുദ്ധവാർത്തകളുടെയിലൊക്കെ നമുക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത. ദൈവത്തിന് 1000 നന്ദി പറയേണ്ട വാർത്ത. കാരണം വേദന കൊണ്ട് പുളയുന്ന അനേകായിരം ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോഗികൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്ത. ഒപ്പം തന്നെ ആ മരുന്ന് സൗജന്യമായി നൽകുമെന്ന് കൂടി റഷ്യ പറയുമ്പോൾ 1 കോടി പ്രണാമം അർപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.